ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇതേപോലെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കാണുന്നത്. മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളമൊക്കെ ഒഴുകിപ്പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്തി വരെ ഇതിൽ മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ സിലിക്കോൺ പോലുള്ള പശകൾ ഒന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള പാത്തികളും അതുവേണം പല ലോക്കുകളും ഉപയോഗിച്ചാണ് ഈ ഒരു സോളാർ പാനൽ മൊത്തം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. 4x4 ആണ് ഈ കാണുന്ന തൂണിൻ്റെ സൈസ്. ഇതൊരു വാട്ടർ പ്രൂഫ് സോളാർ സ്ട്രക്ചർ വർക്ക് ആണെങ്കിലും വളരെയധികം ഉയരത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ ഇതിൻ്റെ ചെരിവ് വരുന്നത് വെറും 8 ഡിഗ്രി മാത്രമാണ്. പിന്നെ ഇതിന് താഴെയാണെങ്കിൽ വേറെ കുറച്ച് വർക്കുകൾ ഇനി വരാനുണ്ട്. അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് സമയമായി പോകും ഈ വീഡിയോയ്ക്ക്. ഇതെല്ലാം ഇങ്ങനെ ചെയ്തത് ഈ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടാണ്. കറണ്ട് മാത്രം കിട്ടിയാൽ പോരാ, ഇത് വെച്ച് കഴിയുമ്പോൾ വീടിന് മൊത്തത്തിൽ ഒരു ലുക്ക് കിട്ടണമെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും പുള്ളി പറഞ്ഞ പോലെ കുറച്ച് ഹൈറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ലുക്കാണ്. വെറും 8 ഡിഗ്രി മാത്രമാണ് ചെരിവ് കൊടുത്തത്. അതുകൊണ്ട് താഴെ നോക്കുമ്പോൾ ആ ഒരു ചെരിവ് നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക ലുക്കാണ് താഴെ നോക്കുമ്പോൾ. നിങ്ങൾ ഐഡിയ ആയിട്ട് വരൂ, നമ്മൾ ആ രീതിയിൽ ചെയ്തു തരാം എന്നാണ് ഈ കമ്പനി തന്നെ പറയുന്നത്. ഇത് അങ്കമാലിയിലുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ചെയ്യുന്നത്. അവർ തന്നെയാണ് സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ വർക്ക് ഫുള്ളായിട്ട് നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് എന്തൊരു ഐഡിയ ആയിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കസ്റ്റമർ പറയുന്നത് പോലെ കുറച്ച് കറണ്ട് കുറഞ്ഞാലും പാനൽ വെച്ച് കഴിയുമ്പോൾ വീടിൻ്റെ ലുക്ക് കുറയരുത്, കൂടണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. 550 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഐഡിയ ഒക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ ഏത് രീതിയിലും ഒരു ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ സ്ട്രക്ചർ അടിച്ചിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ തൂൺ കാലും അതുവേണം ഈ വട്ടം അടിച്ചിരിക്കുന്ന ആ ഒരു സ്ക്വയർ പൈപ്പ് എല്ലാം 4x4 ആണ്. പിന്നെയാണെങ്കിൽ ഈ കാണുന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പാനലൊക്കെ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിലുപയോഗിക്കുന്ന സോളാർ പാനലിൻ്റെ ഫ്രെയിമിൻ്റെ 2 സൈഡിൽ നിന്നും ലോക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതങ്ങോട്ട് മാറിപ്പോകുന്ന പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്രെയിം ആണെങ്കിൽ കാണുന്നത് വളരെ കുറച്ചായിരിക്കും. ഇതിലുപയോഗിച്ചിരിക്കുന്ന സോളാർ പാനൽ മൊത്തത്തിൽ ലോക്ക് ചെയ്ത് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ട് ഉള്ള വീഡിയോ അടുത്തതായിട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഈ സോളാർ പാനൽ ഇവിടെ വെക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ഫ്രെയിം റെയിൽ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ്. അതിലേക്ക് സോളാർ പാനൽ വെച്ചിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കുന്നു, അടുത്ത പാനൽ ഇറക്കി വെക്കുന്നു. ഇതൊക്കെ മൊത്തത്തിൽ ലോക്കാണ്. ഈ 2 സോളാർ പാനലിൻ്റെ നടുക്കാണെങ്കിലും ഒരു ചെറിയ ഫ്രെയിം വരുന്നുണ്ട്, അതും ലോക്കായിട്ട് വരുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു സംഭവം ലോക്കായിട്ടിരിക്കും. പിന്നെയാണെങ്കിൽ ഈ ഒരു ഫ്രെയിം ആണെങ്കിൽ ചെറുതായിട്ട് സ്പോട്ട് ചെയ്ത് ഇതിനകത്തേക്ക് പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഫ്രെയിം അവിടെ നിന്ന് അനങ്ങത്തില്ല, പാനലും അവിടെ സെറ്റായിട്ട് ഇരിക്കും. ഈ കാണുന്ന സോളാർ പാനലിൽ വീഴുന്ന മഴവെള്ളമൊക്കെ ആണെങ്കിൽ ആ ഒരു ഫ്രെയിം വഴി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന GI പാത്തിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് താഴോട്ട് പോകുന്നു. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇത് മൊത്തത്തിൽ ഓരോ പാനലും ഇങ്ങനെ ലോക്കായിട്ട് വെച്ചിട്ട് അത് ലാസ്റ്റ് സ്പോട്ട് വെൽഡ് ചെയ്തിട്ടാണ് ഇത് സെറ്റാക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇവിടെ അനങ്ങത്തില്ല. ആകെ ഒരു പ്രശ്നമുള്ളത്, എന്തെങ്കിലും കാരണത്താൽ ഒരു പാനൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് എടുക്കണമെങ്കിൽ ആ ഒരു വെൽഡ് ചെയ്തിരിക്കുന്നത് പൊട്ടിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ സീനൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഹൈറ്റ് കുറച്ച് വെക്കുകയാണെങ്കിൽ കാറൊന്നും നനയാണ്ട് കാർ ഷെട്ടായിട്ട് പക്കയായിട്ട് ഉപയോഗിക്കാം. അതും യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടാവില്ല, വെള്ളം ചോരത്തില്ല, ഒന്നും ചെയ്യില്ല. കാരണം ഇവിടെ പശയും കാര്യങ്ങളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ പശയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കളയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ലീക്ക് അടിക്കുന്ന പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഇവിടെ പശയും കാര്യങ്ങളും ഒന്നുമില്ല, ഫുള്ള് മെറ്റൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് അങ്ങനെ ലീക്ക് അടിക്കത്തില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ ഒരുപാട് ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ താഴെയാണെങ്കിൽ വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉള്ള പാത്തിയൊക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് അതുകൊണ്ട് പാനൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. വീടിന്റെ ഫ്രണ്ടിലാണെങ്കിലേ ഗ്ലാസ് വർക്ക് ഇത് വേണം ചെയ്യുമ്പോഴേ കുറച്ചും കൂടെ പൈസ മുടക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ സോളാർ പാനൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. കാണാൻ കുറച്ചും കൂടെ ലുക്കും ഉണ്ടാവും, കുറച്ച് കറണ്ടും അവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഒരാൾ ഒരു ഫ്രെയിമായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ആ ഒരു ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ഈ ഒരു പാനലിന്റെ ഫ്രെയിം ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിലാണെങ്കിൽ വേറെ ഒരു ഫ്രെയിമും വരുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതിന്റെ മുകളിൽ കൂടെ നടക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രെയിമാണ് ഈ പോകുന്നത്. ഇതിന്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ യാതൊരുവിധ കുലുക്കം ഒന്നുമില്ല. ഈ കാണുന്ന ജിയുടെ പാത്തി കൂടെയാണ് കൂടുതലായിട്ട് വരുന്ന വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്നത്. ഇതും നല്ല ഗേജുള്ള നല്ലൊരു വലിപ്പം കൂടിയ പാത്തിയാണ്. ആ പാത്തിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേ താഴെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. കണ്ടു നോക്കി, കണ്ടോ? ഇപ്പൊ ഒരു പ്രത്യേക ലുക്കാണ്. കുറച്ച് ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ സോളാർ പാനൽ വെച്ചതായിട്ട് ആരും പറയത്തില്ല. വീടിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് മനസ്സിലാകത്തുള്ളൂ. അതൊരു ഒരു പ്രത്യേക ലുക്കാണ്. ഇതിന്റെ താഴെ നോക്കി ആ ഒരു ജിയുടെ പാത്തിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി ലുക്കായി. ഇപ്പോഴേ ആ രണ്ട് സോളാർ പാനലിന്റെ നടുവിലാണെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട്. അവിടെ വേറൊരു ഫ്രെയിം വരുന്നുണ്ട്. അത് വന്നു കഴിയുമ്പോൾ ഈ ഒരു സോളാർ പാനലിന്റെ ഫ്രെയിം ആണെങ്കിൽ മൂടിപ്പോവും. അപ്പോൾ അത് ഒരു ലോക്കായിട്ട് വരുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ ലോക്ക് വരുന്നുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ നടക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ക്ലീനിങ്ങിന് വേണ്ടിയൊക്കെ സിമ്പിളായിട്ട് നടന്ന് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വർക്ക് കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. ഫോൺ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. സാധാരണ നമ്മൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു 12-13 ഡിഗ്രിയിലാണ്. ആ രീതിയിലല്ലാണ്ട് വേറെ പല രീതിയിലും ചെയ്യുന്ന പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. നമ്മളിത് വേണം വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ കൂടെ കഴിഞ്ഞാൽ ഇതുപോലത്തെ പുതിയ പുതിയ ഐറ്റമൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇത്ര സമയം നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്.